കൽപ്പറ്റ NMSN ഗവൺമെന്റ് കോളേജ് യൂണിയൻ ഭരണം UDSF മുന്നണിയിൽ നിന്ന് തിരിച്ചുപിടിച്ച് SFI. കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി SFI ഭരിച്ചിരുന്ന കോളേജ് UDSF മുന്നണി പിടിച്ചെടുക്കുകയായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം വിജയിക്കാൻ കഴിഞ്ഞതും SFIക്ക് നേട്ടമായി. വലിയ ആകാംക്ഷയോടുകൂടിയായിരുന്നു NMSN ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ വോട്ടെടുപ്പിന്റെ ഫലം വരാനായി കാത്തിരുന്നത്. പല സീറ്റുകളും റീകൗണ്ടിംഗ് ഉണ്ടായത് കാരണം 4-ക്ക് ശേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം അറിയാനായി സാധിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ തോതിൽ പോലീസുകാരും DYFI യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ പ്രവർത്തകരും കോളേജ് പരിസരത്ത് തമ്പടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ SFI പ്രവർത്തകർ വലിയ ആവേശത്തിലായി. പല വിദ്യാർത്ഥികളും സന്തോഷ കണ്ണീരോടെയാണ് യൂണിയൻ ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ടത്. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന 9 മെയിൻ സീറ്റുകളിൽ 8 വിജയിച്ചത് UDSF മുന്നണിയായിരുന്നു. ആകെ 3 മേജർ സീറ്റുകളും 2 അസോസിയേഷനുകളും മാത്രമാണ് UDSF സഖ്യത്തിന് വിജയിക്കാനായത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും പല സീറ്റുകളും ചെറിയ വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു സഖ്യം. കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ് തിരിച്ചുപിടിച്ചത് വലിയ നേട്ടമായാണ് ജില്ലയിലെ CPM നേതൃത്വം ഉൾപ്പെടെ കാണുന്നത്. കോളേജ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ CPM ജില്ലാ സെക്രട്ടറി നേരിട്ട് കോളേജിലെത്തി SFI പ്രവർത്തകരെ അഭിനന്ദിച്ചു. ജില്ലയിലെയും സംസ്ഥാനത്തെയും DYFI SFI നേതാക്കളും പ്രവർത്തകരെ അഭിനന്ദിക്കാനായി കോളേജ് പരിസരത്ത് എത്തിയിരുന്നു. ചെറുപ്പക്കാർ എല്ലാവരും ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കിടയിലെ കോളേജുകളെല്ലാം വലിയ വിജയം നേടിയിരിക്കുന്നത്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം 10 UUCമാരാണ് SFIക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം അത് 15ആയി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ജില്ലയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് SFI ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒത്തുചേർന്ന് SFIയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ കോളേജിൽ വിജയിച്ചിട്ടുള്ളത്. തിളക്കമാർന്ന വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടിയ മുഴുവൻ ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളെയും ഇവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ SFI പ്രവർത്തകരെയും SFIക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടെ അഭിവാദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കോളേജിലെ ആഹ്ലാദപ്രകടനത്തിന് ശേഷം വിദ്യാർത്ഥികൾ വെള്ളാനംകുന്നിൽ നിന്നും കൽപ്പറ്റ ടൗൺ വരെ നടന്ന് വിജയാഘോഷ റാലി നടത്തി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട NMSN കോളേജ് യൂണിയൻ ഭരണം ഇത്തവണ ചെയർമാൻ സീറ്റ് ഉൾപ്പെടെ വിജയിച്ച് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജില്ലയിലെ CPM DYFI SFI നേതൃത്വങ്ങൾ. അശ്വതി KG, ന്യൂസ് 1 കൽപ്പറ്റ.